ഹലോ കൂട്ടുകാരെ, ഞങ്ങളുടെ മിക്സഡ് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്നത് ഞങ്ങളുടെ ടിഷ്യൂ കൾച്ചർ വാഴയാണ്. അതിനുശേഷം തക്കാളി തൈകളെത്തി. ഇത് പൂവൻ വാഴയാണ്. ടിഷ്യൂ കൾച്ചർ പൂവൻ വാഴ. ഈ കാണുന്നത് തണ്ണിമത്തനാണ്. ഇത് കുറേ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട്. വീഡിയോയിൽ അധികം കാണിക്കുന്നില്ല. കുറച്ച് ഏരിയ മാത്രമേ ഞങ്ങൾ വീഡിയോയിൽ പിടിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ തണ്ണിമത്തൻ കൃഷി വളരെ ഈസിയാണ്. ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന കൃഷിയാണ് തണ്ണിമത്തൻ കൃഷി. ഇത് അധികം റിസ്ക്കുള്ള ഒരു കൃഷിയുമല്ല, സിമ്പിൾ കൃഷിയാണ്. നല്ല വിത്ത് സെലക്ട് ചെയ്യണമെന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്ന ഒരു സംഭവം. ഇത് ഞങ്ങളുടെ നാടൻ ഏത്തൻ വാഴയാണ്. കുറേ ടിഷ്യൂ കൾച്ചർ ഏത്തവാഴയുണ്ട്, കുറേ നാടൻ ഏത്തവാഴയുണ്ട്. ഏകദേശം ഒരു 10-30 ഏത്തവാഴ വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ പശുക്കിടാക്കളാണ്. എല്ലാം പശുക്കിടാക്കളാണ്. 4 പശുക്കിടാവുണ്ട്. ജേഴ്സി ഇനത്തിൽപ്പെട്ട പശുക്കിടാക്കളാണ് എല്ലാം. ഈ കാണുന്നത് തെങ്ങാണ്. കായ്ക്കുന്ന കുറേ തെങ്ങുകളുണ്ട്. അതുപോലെ ചെങ്കതളി വാഴയാണ്. ഇത് റെഡ് ലേഡി പപ്പായയാണ് നിങ്ങൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രധാന കൃഷിയായ BB 380 കോഴികൾ. ഇവരെല്ലാവരുമായിട്ട് ആഹാരമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇനിയും അവരെല്ലാവരും ചേക്കേറാനുള്ള പ്ലാനാണ്. ആ കമ്പിലാണ് എല്ലാവരും ഉറക്കം. ഈ വീഡിയോ എടുക്കുന്ന സമയം ഈവനിങ് ആണ്. ഇത് ഒരു ടിഷ്യൂ കൾച്ചർ ഏത്തവാഴയാണ്. ഇത് നമ്മുടെ കുള്ളൻ പ്ലാവാണ്, വിയറ്റ്നാം എയർലി. ഇതൊരു 5 വയസ്സ് പ്രായമുണ്ട്, 5-6 വയസ്സ് പ്രായമുണ്ട്. എല്ലാ വർഷവും 2 പ്രാവശ്യം നിറച്ച് ചക്ക ഉണ്ടാകും. ഇത് നമ്മുടെ ഫാമിൻ്റെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കിണറാണ്. മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നിന്നാണ് വെള്ളം അടിക്കുന്നത്. ഈ കാണുന്നത് നമ്മുടെ പാടമാണ്. സൈഡിൽ കാണുന്നത് പാടമാണ്. ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ ഫാം ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറേ സൈഡുകൾ പിച്ചിങ് കിട്ടുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കൃഷി ശകലം കുറച്ച് വെച്ചേക്കുവാണ്. വണ്ടികൾ വരുന്നുണ്ട്. നമുക്ക് കല്ലും കാര്യങ്ങളൊക്കെ ഇറക്കാമെന്നുള്ള സൗകര്യം കൊണ്ട് കുറേ സ്ഥലങ്ങൾ നമ്മളിപ്പം ഒന്നും ചെയ്യാതിട്ടേക്കുവാണ്. ഇത് നമ്മുടെ സുന്ദരിച്ചീര. ഇത് കുറേ നട്ടിട്ടുണ്ട്. ഈ കാണുന്ന ഏരിയ മാത്രമല്ല, വേറെയും ഏരിയ ഉണ്ട്. ഇപ്പം വീഡിയോ അധികം നീളമാകാതിരിക്കാൻ വേണ്ടി മാത്രം കുറച്ച് ഏരിയ കാണിക്കുന്നു.